റൈസ് വാട്ടർ അഥവാ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ മുടി ഇരട്ടി വേഗത്തിൽ വളരുമെന്ന് കേട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഹെയർ ഗ്രോത്ത് സീക്രട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അത് ശരിക്കും സത്യമാണ്. ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം, ആരൊക്കെ ഇത് ഒഴിവാക്കണം, പറഞ്ഞു തരാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. മുടി വളരുന്നത് ഹെയർ ഫോളിക്കിൽ നിന്നാണ്, മുടിയുടെ അറ്റത്ത് നിന്നല്ല. അതുകൊണ്ട് മുടി വേഗത്തിൽ വളരാൻ ഹെയർ ഫോളിക്കിൾ ആരോഗ്യമുള്ളതായിരിക്കണം. റൈസ് വാട്ടർ മുടിയിൽ പെട്ടുന്നത് ഹെയർ ഷാഫ്റ്റിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഹെയർ ഫോളിക്കിളിലല്ല. അതുകൊണ്ടാണ് റൈസ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും മുടി വേഗത്തിൽ വളരുമെന്ന് പറയാൻ തെളിവില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ചിലർക്ക് ഗുണം കിട്ടുന്നത്? റൈസ് വാട്ടറിൽ സ്റ്റാർച്ച്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ് പോലെ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ചിലരുടെ മുടി പുറം ഭാഗം സോഫ്റ്റ് ആകാനും ഫ്രിസ് കുറയ്ക്കാനും മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനും സഹായിച്ചേക്കാം. മുടി പൊട്ടിപ്പോകുന്നത് കുറയുമ്പോൾ മുടി കൂടുതൽ വളരുന്ന പോലെ തോന്നും. പക്ഷെ അത് ഹെയർ ഗ്രോത്ത് കൂടിയത് കൊണ്ടല്ല, ഹെയർ ബ്രേക്കേജ് കുറഞ്ഞത് കൊണ്ടാണ്. എല്ലാവർക്കും റൈസ് വാട്ടർ മുടിയിൽ ഉപയോഗിക്കുന്നത് ചേരുമോ? ഇല്ല. ഡ്രൈ ഹെയർ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പുള്ള ചിലരിൽ റൈസ് വാട്ടർ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് മുടി കൂടുതൽ വരണ്ടതും കട്ടിയുള്ളതുമായി തോന്നാം. അതുകൊണ്ട് ഒരേ ഹോം റെമഡി എല്ലാവർക്കും ഒരേ റിസൾട്ട് തരണമെന്നില്ല. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ട്രെൻഡ് നോക്കി റൈസ് വാട്ടർ എല്ലാവരോടും ഉപയോഗിക്കണമെന്ന് പറയാറില്ല. മുടി കൊഴിച്ചിലിൻ്റെയോ മുടി വളരാത്തതിൻ്റെയോ യഥാർത്ഥ കാരണം കണ്ടെത്തണം. അത് സ്ട്രെസ്സാണോ, തൈറോയ്ഡ് പ്രശ്നങ്ങളാണോ, ഹോർമോൺ പ്രശ്നങ്ങളാണോ, അതോ ജെനറ്റിക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്ന് കണ്ടെത്തിയിട്ടാണ് ചികിത്സ തീരുമാനിക്കുക. കാരണം മാറ്റാതെ ഒരു ഹോം റെമഡി മാത്രം ചെയ്താൽ ചിലപ്പോൾ പ്രതീക്ഷ ഫലം ലഭിക്കണമെന്നില്ല. നിങ്ങൾ റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഗുണം കിട്ടിയോ ഇല്ലയോ? കമൻറ്റിൽ എഴുതി അറിയിക്കും. സ്കിൻ ആൻഡ് ഹെയർ സംബന്ധിച്ച കൂടുതൽ അറിവുകൾക്ക് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.